ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാധാരണ മ്യൂസിക് റെക്കോർഡിന് ഇറങ്ങുമ്പോൾ മുഖത്ത് കാണുന്ന ഉന്മേഷമൊന്നുമില്ലല്ലോ, എന്തുപറ്റി? വേണമെങ്കിൽ അതൊരു അമ്മയുടെ കുശുമ്പാണെന്നൊക്കെ പറയാം. പാടുന്നത് എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടല്ല, പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട്. എന്റെ മകളെ കണ്ടുപിടിച്ച് തന്നാ മാത്രം മതിയെന്ന്. കണ്ടെത്തിയ മകൾക്കാവട്ടെ സ്വത്തിനോട് ഒരു തരിമ്പ് പോലും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ? സമ്പത്ത് ആവശ്യമുള്ള നമ്മൾ, സമ്പത്ത് ഉപയോഗിക്കാൻ അറിയാവുന്ന നമ്മൾ അതിങ്ങ് ഏറ്റെടുക്കുന്നു. മനസമാധാനവും സന്തോഷവും ശ്യാമയ്ക്കും മകൾക്കും വിട്ടുകൊടുക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇന്നുകൂടി നമ്മൾ സ്വപ്നങ്ങൾ കാണും. നാളെ മുതൽ സ്വപ്നങ്ങളില്ല. കാരണം നാളെ മുതൽ ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാ. അതെ, ഇറങ്ങി കൊടയെന്ന് പിടിച്ച്. വാ. വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വാ. മാഡം ചെയർ. മാഡം ഒരു സെൽഫി എടുത്തോട്ടെ മാഡം? വേണ്ട, സെൽഫി എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് മാഡം. ഡോ, തന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ? തന്നെ പോലുള്ളവരുമായിട്ട് ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോവാനാ പറഞ്ഞത്. മാഡം ജ്യൂസ്. ആ ആ, ആ ലിസ്റ്റ് അങ്ങ് എടുത്ത് കൊടുത്തേ. അതെ, എനിക്ക് വേണ്ട മെനുവാ. ആ എല്ലാം കൃത്യമായിട്ട് എത്തിക്കണം, ആ, ഓക്കേ. കേട്ടല്ലോ? ഓക്കേ. ചെല്ല്. ഹലോ. ഹലോ മോളെ, ഞാനിവിടെ ലൊക്കേഷന്റെ പുറത്തുണ്ട്. നമുക്ക് ഉടനെ തന്നെ രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തണമല്ലോ. ഞാൻ പ്രിയയോടൊന്ന് സംസാരിക്കട്ടെ. പ്രിയേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫിദ മാഡത്തിന്റെ ഒരു കാര്യത്തിന് കൂടെ ചെല്ലണമെന്ന്? മാഡം ആയിപ്പോ വിളിച്ചത്. എനിക്കൊന്ന് പോയിട്ട് വരണമായിരുന്നു. അപ്പൊ എന്റെ കാര്യമൊക്കെ ആര് നോക്കും? ഫിദ മാഡത്തിന്റെ കാര്യമായതുകൊണ്ടാവും. നീ നൃത്തം പഠിക്കുന്ന കാര്യമൊക്കെ കണിമംഗലത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോ ശരി ശരി, പോയിട്ട് വാ. ഒരുപാട് വൈകാനൊന്നും പാടില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം. ശരി. ഒന്നോർക്കുമ്പോ കഷ്ടമാ. ഇവൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാവല് കിടക്കാന്ന് പറഞ്ഞ. ദേഷ്യപ്പെടല്ലേ മേഡം, എല്ലാം മേഡത്തിന് വേണ്ടിയല്ലേ.
അതാ സഹിക്കുന്നത്. രാധിക വരുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് തിരിച്ചെത്തണം കേട്ടോ. മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടാക്കാം. ഇതിന് ഒരല്പസമയം മാത്രം മതി. ഉം. മോള് വണ്ടി കയറിക്കും. ഉം. ശ്യാമേ, സാധാരണ മ്യൂസിക് റെക്കോർഡിന് ഇറങ്ങുമ്പോ മുഖത്ത് കാണുന്ന ഉന്മേഷം ഒന്നുമില്ലല്ലോ. എന്തു പറ്റി? വേണമെങ്കിൽ അതൊരു അമ്മയുടെ കുശുമ്പാണെന്നൊക്കെ പറയാം. പാടുന്നത് എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടല്ല, പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട്. അത് ആലോചിക്കുമ്പോ എന്തോ ഒരു... ഗായകർക്ക് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ആർക്കായാലും പാട്ട് നന്നായിട്ട് പാടണം, അത്രേ ഉള്ളൂ. പാടുന്നത് സിൻസിയറായിട്ട് ചെയ്യും. മനസ്സിൽ തോന്നിയത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞെന്ന് മാത്രം. മോർണിംഗ്. മാഡം ഞങ്ങളോട് ക്ഷമിക്കണം. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനവുമായി ഞങ്ങൾ ഛത്തീസ്ഗഡ് വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മാഡത്തിനെ ബന്ധപ്പെടാൻ കഴിയാത്തത്. ഉത്തമൻ പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ഏട്ടത്തിയോട് പറയുകയും ചെയ്തിരുന്നു. ദേ, ഇത് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയാ. മാഡത്തിന് പരിചയമുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. ഓർക്കാൻ വിധത്തില് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല മാഡം, പക്ഷേ മേഡത്തിന്റെ കാര്യമൊക്കെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്താ ഉത്തമ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് മാഡം, അന്ന് പ്രകൃതി ദുരന്തത്തില് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? 5 കുടുംബങ്ങൾക്കുള്ള ഭൂമി മാഡം ഏറ്റിട്ടുണ്ടായിരുന്നു. അതിനെന്താ, നിങ്ങളല്ലേ വരാത്തത്? സത്യത്തിൽ അതിന്റെ കാര്യത്തിനാ വന്നത്. ഇന്ന് മാഡം ഫ്രീ ആണെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യത്തിന് പോകാമായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്ന? ഇങ്ങനെയാണ് ഒരു കാര്യത്തിന് ശ്യാമയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്? ഇതൊക്കെ ഒന്ന് നേരത്തെ വിളിച്ചു പറയണ്ടേ? അത് ക്ഷമിക്കണം മാഡം, ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിനാ എത്തിയത്. ഉത്തമ, ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോ ഒരു റെക്കോർഡിങ്ങിന് ഇറങ്ങാം.